ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെ ഒരു യാത്ര പോകാൻ തുടങ്ങുന്ന വീഡിയോ ആണ് ആദ്യം കാണുന്നത്. ഒരു വെളുപ്പിനെ 4:30 മണിയൊക്കെയായി ഞങ്ങൾ ട്രിവാൻഡ്രം പോകാനായിട്ട് റെഡിയാകുവാണ്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനും പിന്നെ നമുക്ക് നമ്മുടെ ചേച്ചിയുടെ മകളുണ്ട് അവിടെ. അപ്പോൾ എല്ലായിടത്തോടും ഒന്ന് കയറിയിട്ട് വരാമെന്ന് കരുതി നമ്മുടെ കാറിൽ, ഞങ്ങളുടെ കൊച്ചു കാറിലാണ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ട്രാഫിക്കൊന്നും അധികം ഇല്ലാത്ത സമയം നോക്കി വെളുപ്പിനെ അങ്ങ് ഇറങ്ങാമെന്ന് കരുതിയ ഏട്ടൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് ഏതായാലും വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആയി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ. അങ്ങനെ വെളുപ്പിനെ ഇറങ്ങിയത് കൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒരു 8 മണിയോടുകൂടിയൊക്കെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ ചെന്നപ്പോൾ പോകുന്ന വഴിക്ക് GPS ഒക്കെ ഇട്ട് പോയത് കൊണ്ട് ഫോണിൽ ചാർജൊക്കെ കുറവായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ചു. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇത്രയും രാവിലെ അവരുടെ വീട്ടിൽ പോയി അവരുടെ അവിടെ നിന്നെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ ലുലുവിലൊക്കെ ഒന്ന് കയറിയിട്ട് പോകാം. നേരത്തെ 1-2 പ്രാവശ്യം നമ്മൾ ട്രിവാൻഡ്രം വന്നെങ്കിലും ലുലുവിലൊന്നും കയറാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ലുലുവിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ അങ്ങോട്ടുള്ള വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം വണ്ടി പാർക്ക് ചെയ്യുന്ന വഴിയിലോട്ട് അങ്ങോട്ട് കടക്കുവാണ്. അപ്പം അത്യാവശ്യം അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ആ ലുലു റോഡിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേന്. പിന്നെ നമ്മൾ അകത്തേക്ക് കടന്ന് വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനകത്തിൽ കയറി. ഒന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല, നമുക്കൊന്ന് കാണാൻ കുറേ നാളായില്ലേ എന്ന് കരുതി. പക്ഷേ ഒരു കാര്യം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോഴേ നേരത്തെ ബഹറിലായിരുന്ന പോലത്തെ ഒരു ഓർമ്മ വന്നു പെട്ടെന്ന് കേട്ടോ. നമ്മുടെ അവിടെ നെസ്റ്റോയും കാർഫോറും ലുലുവും ഒക്കെ അടുത്തടുത്തായിരുന്നേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രൈഡേയിലൊക്കെ അവധിയായിരുന്നപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലുലുവിലൊക്കെ പോകുന്ന ആ ഒരു ഓർമ്മ എനിക്ക് പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു നിമിഷം നമ്മൾ ബഹറിലാണോ എന്ന് എനിക്കൊരു തോന്നൽ. ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു, ഏട്ടാ എനിക്ക് പെട്ടെന്ന് ഇവിടുത്തെ ആ ഒരു മണവും ഒക്കെ കൂടെ വന്നപ്പോഴത്തേന് നമ്മൾ ബഹറിൽ എത്തിയോ എന്ന് പെട്ടെന്ന് തോന്നിപ്പോയി കേട്ടോ. അവിടെ ആയിരുന്നപ്പം ലുലുവിലെ കാഴ്ചകളൊന്നും നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല, കാരണം നമ്മുടെ അടുത്തെല്ലാം ഉണ്ടല്ലോ എപ്പോഴും പോകാനും ഒക്കെ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേന് എന്നാൽ പിന്നെ അവിടെ നിന്ന് ഉച്ചക്കത്തെ കഴിക്കാമെന്ന് കരുതിയിട്ട് പിസ്സ ഹട്ടിൽ കയറി. അവിടെ നിന്ന് പിസ്സ ഓർഡർ ചെയ്തു അത് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗാർലിക് ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കറങ്ങി നടന്നു. പിന്നെ ബാസ്കിൻ റോബിൻസിൽ നിന്ന് ഞങ്ങൾ ചെറിയ ഓരോ സ്കൂപ്പ് ഐസ്ക്രീമൊക്കെ കഴിച്ചു. പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. എൻ്റെ പുത്രന് നറൂട്ടോയുടെ ഒരു പിന്നെ സീരീസിൻ്റെ ഒരു പുസ്തകം വാങ്ങിച്ചു. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഞങ്ങളൊരു തുണിയോ ഒന്നും വാങ്ങിച്ചില്ല. വെറുതെ ഇങ്ങനെ കയറി ഇങ്ങനെ കറങ്ങി ഒന്ന് നടന്നു വെച്ച് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. വെറുതെ ലുലു കാണാനായിട്ട് വരുന്നവരും ഉണ്ട്, സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളും സംസാരിച്ച് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. പക്ഷേ ഇതിനകത്തിൽ നമ്മൾ കയറിക്കഴിഞ്ഞുണ്ടല്ലോ സമയം പോകുന്നത് അറിയത്തേയില്ല. അങ്ങനെ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും കുറച്ച് ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ ലുലുവിൽ നിന്ന് ഇറങ്ങി. കാരണം അപ്പോഴത്തേനും ഏകദേശം സമയം ഒരുപാടായായിരുന്നു. പിന്നെ അതിനകത്ത് അധികം നിന്നൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചു വരണ്ടേ തിരുവനന്തപുരത്ത് നിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചേച്ചിയുടെ വീട്ടിലേക്ക് അങ്ങ് പോയി. അവിടെ നിന്ന് പോയ വഴിക്കപ്പോഴത്തേനും എൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു വീഡിയോ എടുക്കാനും ഒന്നും. അങ്ങനെ പിന്നെ അവിടെ പോയി. അവിടെയും ചെന്ന് ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് നമ്മളധികം നിന്നൊന്നുമില്ല. പോയി അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും കണ്ടു. കുറച്ച് നേരം അവിടെയും ഒരു മണിക്കൂറോളം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഇഞ്ഞ് പോരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക്കായിരുന്നു. 1.5-2 മണിക്കൂറോളം നമ്മൾ ട്രാഫിക്കിനകത്തിൽ അങ്ങ് പെട്ടുപോയെന്നേ.
പിന്നെ ഞങ്ങളിങ്ങ് തിരിച്ചു വന്ന് 8 മണിയായി വീട്ടിലെത്താറായപ്പോഴത്തേനും. വീട്ടിലെത്തിയത് 8 മണിയായി. തിരിച്ച് നമ്മൾ വരുന്ന വഴിക്കുണ്ടല്ലോ, എന്തായാലും ആ പോയിടത്തൊന്നും മഴ പെയ്തില്ല. തിരിച്ച് നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്തെത്താറായപ്പോഴത്തേന് ഭയങ്കര മഴ പെയ്തു. അതെന്തായാലും കാര്യമായി, ഇങ്ങ് എത്തിക്കഴിഞ്ഞാണ് മഴ പെയ്തത്. അങ്ങനെ പിന്നെ നമ്മൾ മഴയൊക്കെ കണ്ട് മഴയത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പതുക്കെ ഇങ്ങ് വീട്ടിലെത്തി. അപ്പോൾ ആ പോയ വഴിക്ക് ഒത്തിരി വീഡിയോസും വേറെ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ ഈ ഫോണിനകത്ത് GPS ഒക്കെ ഇട്ട് നമ്മൾ പോയത് കൊണ്ടേ നമുക്ക് പിന്നെ ചാർജ് അങ്ങ് നിന്നില്ല. വീഡിയോസൊന്നും എടുക്കാനാണെങ്കിൽ ഫോണിൻ്റെ മെമ്മറി അങ്ങ് ഫുള്ളായിപ്പോയി. അത് കാരണം ഒന്നും പറ്റിയില്ല. അങ്ങനെ ഉള്ളിടത്തോളം കുറച്ചൊക്കെ വീഡിയോസൊക്കെ പകർത്തിയതാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആർക്കും ബോറടിച്ച് കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ഏകദേശം 8 മണിയോടുകൂടി വീട്ടിലെത്തി. പിന്നെ വഴിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് വീട്ടിൽ വന്ന് ഫുഡൊന്നും കഴിച്ചൊന്നുമില്ല. അങ്ങനെ വന്നു, നേരെ ഒന്ന് ഫ്രഷായി ഞങ്ങളങ്ങ് കയറി കിടക്കുമായിരുന്നു. അങ്ങനെ ഈ വീഡിയോ എൻ്റെ ഫോണിൽ കിടന്നപ്പം ഇത് കളയണ്ട, ഉള്ളത് എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ യാത്ര ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ വിശദമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാമേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മഴയായിരുന്നു എന്ന്. അങ്ങനെ നമ്മളെന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലെത്തി. പിന്നെ ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ വിശേഷമാണ്. കേരളത്തിൽ മുഴുവൻ മഴയോട് മഴയല്ലേ. എന്തുവാ ഈ കേൾക്കുന്ന ന്യൂസൊക്കെ, എന്തൊക്കെ. രാവിലെ ന്യൂസ് അങ്ങോട്ട് വെക്കുമ്പോഴത്തേന് എന്തോ ഒരു വിഷമമാണെന്നറിയാമോ ഓരോന്ന് കേൾക്കുമ്പോഴത്തേന്. പിന്നെ ഇന്ന് കൊച്ചിന് സ്കൂളിലും പോകണമായിരുന്നു. മുറ്റത്തെല്ലാം നല്ല വെള്ളം കെട്ടിക്കിടക്കുക. രാത്രിയിലും മഴയായിരുന്നു. അങ്ങനെ രാവിലെ കൊച്ചിനെ വിടാനായിട്ട് കിച്ചണിലോട്ട് കയറി. കുറച്ച് ഇഡ്ഡലി മാവ് അരച്ചതിരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങ് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതി. കൊച്ചിന് അതാ ഇഷ്ടവും. എന്നാൽ പിന്നെ അതൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് പെറുക്കിയെല്ലാം വൃത്തിയാക്കി വെക്കുവാണ്. പിന്നെ ചമ്മന്തി അരയ്ക്കാനായിട്ടൊരു തേങ്ങ എടുത്ത് അതിങ്ങനെ പൊട്ടിച്ച് എടുക്കുവാണ്. നിങ്ങൾക്കൊക്കെ ഈ തേങ്ങാ വെള്ളം കുടിക്കുന്നവരുണ്ടോ? എനിക്ക് തേങ്ങാ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മഴ കാരണം പലയിടത്തും കറണ്ടില്ല, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. നിങ്ങളൊക്കെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുന്നോ? എല്ലായിടത്തും മഴയുടെ ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? ഇവിടെ ഏതായാലും അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമൊന്നും അല്ലേ ഞങ്ങളുടെ നാട്ടിൽ. അതുകൊണ്ട് ഇതുവരെയും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് എടുക്കുക. ഈ പൊട്ടുകടലയിട്ട് നമ്മൾ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തിക്ക് നല്ല ഒരു കുറുകിയ ഒരു ചമ്മന്തി ആയിരിക്കും. അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ കാന്താരിമുളകും ഇഞ്ചിയും കൊച്ചുള്ളിയും പൊട്ടുകടലയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കളറിനൊരു ശകലം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് തേങ്ങയും കൂടെ വെച്ച് അങ്ങ് അരച്ച് കടുക് പൊട്ടിച്ചങ്ങ് എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ എപ്പോഴും ചമ്മന്തി അരയ്ക്കുമ്പോൾ ഈ പൊട്ടുകടലയും കൂടി ഇട്ടാണ് അരയ്ക്കുന്നത്. നേരത്തെ ഒന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകത്തില്ലേ. അങ്ങനെയാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ഈ പൊട്ടുകടലയൊക്കെ ഇട്ട് അരച്ചാൽ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചു, കടുക് പൊട്ടിച്ച് അതിനകത്തെല്ലാം ചേർത്ത്. പിന്നെ എന്നും ഒരേ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ബോറാവണ്ടല്ലോ എന്ന് കരുതി ഞാൻ കുറേയൊക്കെ വീഡിയോ ഒന്നും എടുക്കാത്തത് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി, നിങ്ങളിങ്ങനെയൊക്കെയാണോ ചമ്മന്തി ഉണ്ടാക്കുന്നത്? ഇതേ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഡ്ഡലി മാവ് ഇരുന്നത് കലക്കി, എന്നാൽ പിന്നെ ദോശ ചുടാമെന്ന് കരുതി. അപ്പോൾ കൊച്ചിന് കൊടുത്തു വിടാനും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കൂടി ദോശ അങ്ങ് ആക്കാമെന്ന് കരുതി. ചമ്മന്തിയുടെ കൂടെ ദോശയാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഈ ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു ദോശക്കഥ ഞാൻ പറയാം കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ
ഈ മിക്സി ഒന്നും ഇല്ലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്ന് എൻ്റെ വീട്ടിൽ ആട്ടുകല്ലും ഇല്ല. അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദോശയൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കി തരണമെന്ന് വെച്ചിട്ട് അമ്മ പിന്നെ അരി ഉഴുന്നും ഒക്കെ വെള്ളത്തിലിടും. എന്നിട്ട് അമ്മ ചില സമയത്തൊക്കെ ഈ ഉഴുന്ന് അരകല്ലേ വെച്ച് അരയ്ക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ അടുത്ത് പോയി നോക്കി നിൽക്കുവേ. പക്ഷേ ഈ ഉഴുന്ന് അരകല്ലേൽ അരയ്ക്കാൻ ഭയങ്കര പാടാന്നേ. തെന്നി 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 അങ്ങ് പോകും. എന്നിട്ട് അമ്മ അയ്യോ എന്തോരം പ്രാവശ്യം അത് നീക്കി വെച്ച് അരച്ച് ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഉരലിനകത്ത് അരി ഇടിക്കുന്ന ഉരലുണ്ടല്ലോ, ആ ഉരലിനകത്തോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് അരകല്ലിൻ്റെ കുഴവിയും കൂടെ വെച്ചിട്ട് അങ്ങനെ അരച്ച് ഞങ്ങൾക്ക് പിന്നെ തരുമായിരുന്നു. എന്നിട്ട് പച്ചരി എന്തോയെന്നറിയാമോ, ഉരലിനകത്തിട്ട് ഇടിച്ച് ആ പച്ചരി പൊടിയായിട്ട് എടുത്തിട്ട് ഉഴുന്നിങ്ങനെ ഒന്നീ അരകല്ലിൽ അരച്ചോ അല്ലെങ്കിൽ ഉരലിലിട്ട് തന്നെ അരച്ചൊക്കെ എടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തരും. അപ്പോൾ ആ രാവിലെ ആ മഴയൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതുപോലെ ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ച് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന ആ ഒരു ദിവസം എനിക്ക് ഇന്ന് രാവിലെ അതങ്ങ് ഓർമ്മ വന്ന്. അതാണ് ഞാനിപ്പോൾ എൻ്റെ ആ ദോശക്കഥ പറഞ്ഞത്. പിന്നെ കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞപ്പം അമ്മ പിന്നെ ഉഴുന്ന് പൊടി വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഉഴുന്ന് പൊടി വാങ്ങിച്ചിട്ട് അന്ന് പിന്നീടല്ലേ മിക്സിയൊക്കെ എല്ലാ വീടുകളിലും വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ആട്ടുകല്ലും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഇഡ്ഡലി മാവിൻ്റെ ഉഴുന്ന് പൊടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ഉഴുന്ന് പൊടി കലക്കിയിട്ട് ഇതുപോലെ അരി ഇടിച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അമ്മ ദോശയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കഴിച്ചത്. പിന്നെ എനിക്ക് പൊതുവേ ഈ ഇഡ്ഡലിയോടൊന്നും വലിയ താല്പര്യമില്ല. എൻ്റെ മൂത്ത മോനും അതുപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് ഈ വീട്ടിൽ ഇഡ്ഡലിയോട് വലിയ താല്പര്യമില്ല. എന്നാൽ ആ സെയിം മാവ് തന്നെ ദോശയായിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും കഴിക്കും. പക്ഷേ ഇവിടെ അച്ഛനും ഇളയ മോനും ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. ഈ സെയിം മാവാണെങ്കിൽ പോലും നമ്മളതിൻ്റെ ആകൃതി മാറിക്കഴിയുമ്പോഴേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ. ഞാൻ അഥവാ പുറത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നെയ് റോസ്റ്റൊക്കെ ആണെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അല്ലാതെ എനിക്ക് ഇഡ്ഡലിയോട് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പം കഴിക്കും എന്നുള്ളതല്ലാതെ അതിനോടങ്ങനെ അങ്ങ് വലിയൊരു ഇഷ്ടമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ രാവിലെ കുറച്ചൊക്കെ കൊച്ചിന് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കി എല്ലാം പാത്രത്തിലെടുത്ത് വെച്ചു. അവന് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തു. ഒരുങ്ങി എൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, യൂണിഫോമിൻ്റെ കാര്യവും അങ്ങനെ. ഇനിയും പിന്നെ അവനെ പറഞ്ഞു വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് കാപ്പി കുടിക്കാനായിട്ട്. അങ്ങനെ കൊച്ചിനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാനെന്നാൽ ഇന്നിനിയും കുക്കറിലങ്ങ് ചോറ് വയ്ക്കാമെന്ന് കരുതിയിട്ടേ കുക്കറിലങ്ങ് വെള്ളം അടുപ്പിലോട്ട് വെച്ചു. ഞാൻ നേരത്തെയൊക്കെ കുക്കറിലായിരുന്നു ചോറ് വെക്കുന്നത്. ഞങ്ങൾ വേറിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ കുക്കറിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ ഇഷ്ടംപോലെ വിറകും ഒക്കെ ഉണ്ട്. പിന്നെ പുളിയും കൂടെ ഉണങ്ങേണ്ട പേർക്ക് അങ്ങനെ അങ്ങ് വെച്ചതാണ്. ഇത് ഈ കാണുന്ന ആരാന്നറിയാവോ? പ്രേംശങ്കറാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ കണ്ടിയൂർ അമ്പലത്തിലെ ആനയാണ്. ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ ഇതുവഴിയൊക്കെ കൊണ്ടുവരുവേ, ഓലയൊക്കെ വെട്ടിക്കൊടുക്കാനും ഒക്കെ ആയിട്ട്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്കധികം തെങ്ങൊന്നുമില്ല, എന്നാലും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ തെങ്ങയിലെ ഓലയൊക്കെ വെട്ടി അവന് കൊടുക്കും. അങ്ങനെ ഇടയ്ക്കൊക്കെ ഇതിലേന്ന് കൊണ്ടുവരും. അങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് എടുത്തതേ ഉള്ളൂ അവൻ്റെയും കൂടെ വീഡിയോ കേട്ടോ. പിന്നെ മീൻകാരൻ വന്നു. മീൻകാരൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചൂട വാങ്ങിച്ചു, നെത്തോലി. അങ്ങനെ മീനും ഒക്കെ വാങ്ങി. മഴ അങ്ങോട്ട് തോരാതെ അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ. ചെറിയ ചാറി അങ്ങ് കണ്ട റോഡിലൊക്കെ അങ്ങ് വെള്ളമാണ്. അങ്ങനെ മീൻകാരൻ്റെ അടുത്ത് മീനും ഒക്കെ വാങ്ങിച്ച് കണ്ട മുറ്റമെല്ലാം നനഞ്ഞളിഞ്ഞ് കിടക്കുക. പിന്നെ തിരിച്ച് വന്നിട്ട് നമ്മുടെ ചോറ് അപ്പോഴത്തേന് വിസിലൊക്കെ അടിക്കാൻ പാകമായി ഇങ്ങനെ കിടക്കുമായിരുന്നു. നിർത്തിയിട്ടേക്കുമായിരുന്നു ഞാൻ. പിന്നെ പൈപ്പിൻ്റെ ചുവട്ടിലോട്ട് എടുത്ത് വെച്ച് തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടി. പിന്നെ ഞാൻ അതിനകത്തിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ അങ്ങ് ഒഴിച്ചിട്ടേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ചിടാമെന്ന് വെച്ചു. നോക്കിയപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ആന അതിലെ റോഡേ വന്നപ്പോഴേ ആനയുടെ ചങ്ങലയുടെ കിലുക്കം കേട്ടപ്പോൾ ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് ഓടിപ്പോയത് ആനയെ കാണാൻ. സത്യത്തിൽ എനിക്ക് ആനയെ ഭയങ്കര പേടിയുമാണ്. ദൂരെ നിന്നേ ഞാൻ കാണുകയുള്ളൂ.
എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സാധനമാണ് ആന. അപ്പം ഞാൻ പിന്നെ അതിനെ കാണാൻ മുറ്റത്ത് നിന്നുകൊണ്ടേ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കയറി വന്ന് ചോറും അടച്ചിട്ടു. പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു, അതരിഞ്ഞ് തോരൻ വെക്കാനെല്ലാം എടുത്തു. പിന്നെ തോരൻ്റെ എല്ലാം അടുപ്പത്ത് വെച്ചിട്ട് കണ്ടോ ചൂട വെട്ടുവാണ്. മഴ കാരണമാണ് പെരയ്ക്കകത്ത് നിന്ന് മീൻ വെട്ടാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ മുറ്റത്ത് നിന്ന് ഞാൻ മീൻ വെട്ടുന്നത് പെരയ്ക്കകത്തൊരു മീനിൻ്റെ ഒരു സ്മെല്ല് വരും. അങ്ങനെതാ മീൻ തിന്നാൻ ഒരാൾ വന്നിരിക്കുന്നുണ്ടോ മഴയത്ത്. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ ജോലിയൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോയിലൂടെ കാണാം.